നമുക്കൊരു പച്ച ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ? ഫോർ ഗട്ട് ഹെൽത്ത്, ഹെയർ, സ്കിൻ. ലോ കലോറി ആൻഡ് ഹൈ ഫൈബർ ഉള്ളതുകൊണ്ട് വെയിറ്റ് മാനേജ് ചെയ്യാനും നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും സ്കിൻ ഗ്ലോയ്ക്കും ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാനും ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനുമുള്ള ഒരു ആന്റി ഇൻഫ്ലമേറ്റീവ് ഡ്രിങ്ക് ആണ് ഈ ഒരു പച്ച ഡ്രിങ്ക്. അസിഡിറ്റി ഉള്ളവരും കിഡ്നി സ്റ്റോൺ ഹിസ്റ്ററി ഉള്ളവരും വീക്കിലി 2 to 3 times മാത്രമേ ഈ ഡ്രിങ്ക് കുടിക്കാവൂ. ബാക്കിയുള്ളവർ വെറും വയറ്റിൽ ഈ ഒരു ഡ്രിങ്ക് ഡെയിലി കൺസ്യൂം ചെയ്യുവാണെങ്കിൽ വരുന്ന റിസൾട്ട് ഉണ്ടല്ലോ, നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറമായിരിക്കും. പച്ച ഡ്രിങ്ക് ആയതുകൊണ്ട് പച്ചയായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ ഇതിന് എടുക്കുന്നുള്ളൂ. ഫസ്റ്റ് തന്നെ നമ്മൾ ഇതിലെടുക്കുന്നത് ജിഞ്ചറാണ്. ജിഞ്ചർ എല്ലാത്തിനും നല്ലതാണ്, നിങ്ങൾക്കറിയാലോ. അതിനുശേഷം കൊറിയാണ്ടർ, പിന്നെ ആംല, നമ്മൾ നെല്ലിക്കാന്നൊക്കെ പറയുന്ന ആംല, പിന്നെ ഗ്രീൻ ആപ്പിൾ കുറച്ചധികം എടുത്താലും കുഴപ്പമില്ല, കാരണം ഇതാണ് നമ്മുടെ ഡ്രിങ്കിന് ഒരു മധുരം തരുന്നത്. പിന്നെ നമ്മുടെ മെയിൻ സംഭവമാണ് സെലറി എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ ഗ്യാസ്, ബ്ലോട്ടിങ്, അസിഡിറ്റി ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സെലറി നല്ലോണം ഹെൽപ്പ് ചെയ്യും. പിന്നെ കുക്കുംബറിന്റെ സവിശേഷത ഞാൻ പറയണ്ടല്ലോ. കൂടെ കുറച്ച് ലൈമും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രിങ്ക് റെഡി. കറിവേപ്പിലയും കൂടി ഇതിൽ ആഡ് ചെയ്യേണ്ടതുണ്ട്, പക്ഷെ അത് തികച്ചും ഓപ്ഷണലാണ്. ഇത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് ആദ്യത്തെ 3 ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ളത് നോർമൽ ഫ്രിഡ്ജിലും ബാക്കിയുള്ളത് ഫ്രീസറിലും വെച്ചാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഒരുപാട് പേരുടെ ഡൗട്ടാണ് ഇതായിരിക്കണമെന്ന്. ഞാൻ ഇതായിരിക്കാറില്ല, കാരണം ഈ ഒരു സത്തിലാണ് കൂടുതൽ സവിശേഷത ഉള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അരിച്ചെടുക്കുമ്പോൾ നമ്മുടെ പകുതി ഗുണം പോകും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ഷോർട്സ് ഉണ്ടാക്കി കുടിക്കുന്നത് എനിക്ക് ജസ്റ്റ് ഒരു പതിവാണ്. അതുകൊണ്ട് ഇനി മുതൽ 2026 ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാനാണ് എൻ്റെ ഒരു പ്ലാൻ. കാരണം അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് നല്ലോണം കിട്ടുന്നതുകൊണ്ട്. ഈ ഒരു ഡ്രിങ്ക് കൊണ്ട് നമ്മൾ വിചാരിക്കുന്ന എല്ലാ സവിശേഷതകളും കിട്ടുവാണെങ്കിൽ അത് നല്ലതല്ല. ഇത് ചെയ്യുന്ന അതേ സെയിം ടൈം തന്നെ ഞാൻ റെഡ് ഡ്രിങ്കും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു ദിവസം ഗ്രീൻ, ഒരു ദിവസം റെഡ് വെച്ച് കുടിക്കാനാണ് എൻ്റെ പ്ലാൻ. അതിൻ്റെ റെസിപ്പി വേറൊരു വീഡിയോ ആയിട്ട് ഇടാട്ടോ. പക്ഷേ ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും റിസൾട്ട് തരുന്ന ഒരു സംഭവമാണ്. അപ്പം ബാക്കി നാളെ. ബൈ.